ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന ടോപ്പിക്കാണ്. ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്ന ടോപ്പിക് വരെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ആർ ദർ എനി അതർ കോമ്പോണൻസ് ഇൻ സൺലൈറ്റ് ബിസൈഡ്സ് വിസിബിൾ ലൈറ്റ്? വിസിബിൾ ലൈറ്റിനെ കൂടാതെ മറ്റെന്തെങ്കിലും കോമ്പോണൻസ് സൺലൈറ്റിൽ ഉണ്ടോ? ഉണ്ട്. വിസിബിൾ ലൈറ്റിനെ കൂടാതെ അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അത്തരം കോമ്പോണൻസും നമ്മുടെ സൺലൈറ്റിലുണ്ട്. ഓക്കെ. അതായത് ഇത് വിസിബിൾ ലൈറ്റ് അല്ലേ? വിബ്ജിയോ നിങ്ങൾക്കറിയാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അത്തരം കളേഴ്സ് ഒക്കെയാണ് വിസിബിൾ ലൈറ്റിലുള്ളത്. ഈ വിസിബിൾ ലൈറ്റിനേക്കാളും വേവ് ലെങ്ത് കുറഞ്ഞ ഒരു വിഭാഗം വേവ്സിനെയാണ് പറയുന്നത്, റേഡിയേഷനെയാണ് പറയുന്നത് അൾട്രാ വയലറ്റ് എന്ന്. ഓക്കെ. ഇനി റെഡിനേക്കാളും കൂടിയ വേവ് ലെങ്ത് ഉള്ള ഒരു വിഭാഗം, അതായത് ഒരു നിശ്ചിത അളവ് റേഡിയേഷൻസിനെയാണ് പറയുന്നത് ഇൻഫ്രാറെഡ് എന്ന്. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കുക. വി ഫീൽ ഹോട്ട് വെൻ സൺലൈറ്റ് ഫാൾസ് ഓൺ അവർ ബോഡി. അതായത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? സൺലൈറ്റ് ഈസ് ബെനഫിഷ്യൽ ടു അവർ ബോഡി. സൺലൈറ്റ് നമ്മുടെ ശരീരത്തിന് ഗുണകരമായൊരു കാര്യമാണ്. കാരണം വൈറ്റമിൻ ഡിയുടെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? സൺലൈറ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്കതൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ബട്ട് ഡു യു നോ ദാറ്റ് എക്സസീവ് എക്സ്പോഷർ ടു സൺലൈറ്റ് ഈസ് ഹാംഫുൾ? പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്കറിയാം എന്താണ് എക്സസീവ് എക്സ്പോഷർ ടു സൺലൈറ്റ്? സൺലൈറ്റ് കൂടുതലായിട്ട് ഏൽക്കുന്നത് ഹാംഫുൾ ആണ് അല്ലേ? ഹാനികരമാണെന്ന് നിങ്ങൾക്കറിയാം. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? ഇതിനെന്തായിരിക്കും കാരണം? Sunlight contains infrared and ultraviolet radiations in addition to visible light. നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അതിന് പുറമേ ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ് തുടങ്ങിയ റേഡിയേഷൻസും സൺലൈറ്റിലുണ്ട്. ദ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഇൻ ദ സൺലൈറ്റ് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദ ഹീറ്റ് ഇൻ ദ സൺസ് റേസ്. സൂര്യപ്രകാശത്തിന് ചൂടുണ്ടല്ലോ, അതിന് മെയിനായിട്ട് എന്താണ് കാരണം? ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. ഓക്കെ, എന്താണ് ഹീറ്റിന് കാരണം സൺലൈറ്റിൽ? അത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. ഇനി ഇൻ ദ ആക്ടിവിറ്റി ഷോൺ ഇൻ ഫിഗർ, മുൻപൊരു ആക്ടിവിറ്റി ഉണ്ടായി, എന്താണ്? ബേണിംഗ് പേപ്പർ യൂസിങ് എ ലെൻസ്. ഒരു ലെൻസ് ഉപയോഗിച്ച് പേപ്പർ കത്തിക്കുന്നത്. അതിൽ ദ പേപ്പർ ബേൺസ്, പേപ്പർ കത്തുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദ കൺവേർജൻസ് ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഓൺ ദ പേപ്പർ. ആ സൂര്യപ്രകാശത്തിലെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു, അപ്പോഴാണ് ആ പേപ്പർ കത്തുന്നത്. ഓക്കെ, കാരണം ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഹീറ്റ് ഉണ്ടാക്കുന്നു നിങ്ങൾ പഠിച്ചു അല്ലേ? പിന്നെയോ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് വൈറ്റമിൻ ഡി ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? അൾട്രാവയലറ്റ് റേഡിയേഷൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, വിസിബിൾ ലൈറ്റ് എന്തിനാണ്? നമുക്കത് കാഴ്ച എന്ന അനുഭവം ഉണ്ടാക്കുന്ന വിസിബിൾ ലൈറ്റ് ആണ് അല്ലേ? വിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. ഇൻഫ്രാറെഡ് ഹീറ്റിന് കാരണമായൊരു റേഡിയേഷനാണ് അൾട്രാവയലറ്റ് എന്ന് പറയുന്നത്. അത് വൈറ്റമിൻ ഡി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷനാണ്. എന്നാൽ ഓവറായിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻ എക്സ്പോഷർ അങ്ങനെ കൊള്ളുന്നത് കണ്ട് ഓവർ എക്സ്പോഷർ, എക്സസീവ് എക്സ്പോഷർ ഹാംഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അൾട്രാവയലറ്റ് ഒക്കെ കൂടുതലായിട്ട് ഏൽക്കുന്നത് എന്താണ്? ഹാനികരവുമാണ്. പക്ഷെ ഒരു നിശ്ചിത അളവിൽ കൊള്ളുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതുമാണ്. Solar radiations reach the Earth's atmosphere after traveling an average distance of 150 million kilometers through air and vacuum. അതായത് ശൂന്യതയിലെ കൂടിയും അതോടൊപ്പം എയർ, നമ്മുടെ എർത്തിന് ചുറ്റും എയർ ഉണ്ടെന്ന് അറിയാം അല്ലേ? ആ എയറിലെ കൂടിയും ഏകദേശം 150 മില്യൺ കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് അവ നമ്മുടെ ഈ ഒരു എർത്തിലേക്ക് എത്തുന്നത്, നമ്മുടെ അടുത്തെത്തുന്നത്. The distance it travels through the air is negligibly small compared to that in vacuum. അതായത് ഇവിടെ സൂര്യനുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ സൂര്യനുണ്ടെങ്കിൽ ഭൂമി, ഓക്കെ, ഭൂമിയുടെ ചുറ്റുമായിട്ടാണ് കുറച്ച് ഭാഗത്ത് എയർ ഉള്ളത് അല്ലേ? ഓക്കെ, ഇവിടെയൊക്കെ എന്താണ്? എംപ്റ്റി സ്പേസ് അല്ലേ? വാക്യൂം ആണല്ലോ. അതായത് ഈ എയറിലേക്ക് കൂടി സഞ്ചരിക്കുന്ന ദൂരം, ദ ഡിസ്റ്റൻസ് ഇറ്റ് ട്രാവൽസ് ത്രൂ ദ എയർ, എയറിലെ കൂടെ സഞ്ചരിക്കുന്ന ദൂരം ഈസ് നെഗ്ലിജിബിളി സ്മോൾ, അത് വളരെ തുച്ഛമാണ്. കമ്പയർഡ് ടു, എന്തിനായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ? ഈ വാക്വത്തിലെ കൂടെ സഞ്ചരിക്കുന്ന ദൂരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇനി നോക്കുക,
വാട്ട് ആർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്? എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം സോളാർ റേഡിയേഷൻസ് സോളാർ റേഡിയേഷൻ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നു? വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേഡിയേഷൻ എറ്റ്സെട്ര തുടങ്ങിയവ സോളാർ റേഡിയേഷൻ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ് തുടങ്ങിയ തരംഗങ്ങൾ സോളാർ റേഡിയേഷനുണ്ട്. ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം ടു ട്രാവൽ. അതിന് സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിന്റെ ആവശ്യകതയില്ല. നമുക്കറിയാം കുറേയധികം വാക്വത്തിലേക്കൂടെ സഞ്ചരിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് they do not require a medium to travel. They travel through vacuum at a speed of 3 lakh kilometer per second. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് അത് വരുന്നത്. അതായത് അതിന്റെ സ്പീഡ് എന്താണ്? പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ അത് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഇനി മീറ്റർ പെർ സെക്കൻഡ് എന്ന യൂണിറ്റിൽ പറഞ്ഞാൽ 3 multiplied by 10 to the power 8 meter per second. 10 raised to 8 meter per second. അതായത് 3 എഴുതിയിട്ട് 8 പൂജ്യം ഇട്ടാൽ അത്രയും മീറ്റർ പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നു. ഓക്കെ, ദ ട്രാവൽ അറ്റ് എ സ്പീഡ് ഓഫ് 3 multiplied by 10 raised to 8 meter per second എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സച്ച് റേഡിയേഷൻസ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. അവയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. പ്രത്യേകതകൾ എന്താണ്? ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം ടു ട്രാവൽ. അതിന് സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിന് ആവശ്യകതയില്ല. പിന്നെ സ്പീഡ് എന്താണ്? 3 multiplied by 10 raised to 8 meter per second. ഓക്കെ, എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? വാട്ട് ഈസ് മെന്റ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? The orderly distribution of electromagnetic radiations is known as the electromagnetic spectrum. ഈ വിവിധ തരങ്ങളായിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ടെന്നറിയാം അല്ലേ? വിസിബിൾ ലൈറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉണ്ട്, അൾട്രാവയലറ്റ് ഉണ്ട്, ഇത് കൂടാതെ പലതും ഉണ്ട്. എക്സ്റേ, ഗാമാറേ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അങ്ങനെ പലതും ഉണ്ട്. അതിനെ ഒരു ഓർഡറിലുള്ള ഡിസ്ട്രിബ്യൂഷനെ പറയുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന്. ഓക്കെ, അതായത് നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യുക, അതിൻ്റെ ആ ഒരു വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യുക അല്ലേ? അപ്പം അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഓർഡറിലുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന്. നമുക്ക് താഴെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒബ്സർവ് ഫിഗർ 3.10, അതായത് 3rd ചാപ്റ്ററിലെ 10th ഫിഗർ. നെയിം ദ റേഡിയേഷൻസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഈ റേഡിയേഷൻ്റെ ആ പേര്. ഓക്കെ, ലിസ്റ്റ് ദം ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. അസെൻഡിങ് എന്ന് വെച്ചാൽ കൂടിക്കൂടി വരുന്നത്. എന്താണ്? വേവ് ലെങ്ത് കൂടുന്ന ക്രമത്തിൽ. കണ്ടോ, ഇവിടെ വേവ് ലെങ്ത് കുറവാണ് ഗാമ റേസിനൊക്കെ, റേഡിയോ വേവ്സിനൊക്കെ വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ വേവ് ലെങ്ത് കൂടി വരുന്ന ക്രമത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, ഇവിടെ ഈ ഒരു ഓർഡർ പഠിക്കണം. ഇവിടെ കുറച്ച് ഭാഗമാണ് വിസിബിൾ ലൈറ്റ്. കണ്ടോ, വിസിബിൾ ലൈറ്റ് ഇത്ര ഭാഗം. ഇതിനാണ് ഇവിടെ സൂം ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്, വിസിബിൾ ലൈറ്റ്. അതിൽ ആ ഒരു കോമ്പോണൻറ്റ് കളേഴ്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് എന്താണ്? വയലറ്റ് കളറാണല്ലേ. ഇതിന് താഴെയായിട്ടുള്ള ഒരു ഭാഗമാണ് അൾട്രാ വയലറ്റ്. കുറച്ച് ഭാഗത്തെ നമ്മൾ അൾട്രാ വയലറ്റ് പറയുന്നു. ഇതിനേക്കാളും കുറച്ചുകൂടി തരംഗ ദൈർഘ്യം, അതായത് വേവ് ലെങ്ത് കുറഞ്ഞ ഒരു വിഭാഗമാണ് എക്സ്റേസ്. അതിനേക്കാളും വേവ് ലെങ്ത് കുറവാണ് ഗാമ റേസ്. ഇനി ഇൻഫ്രാറെഡ് ആണെങ്കിലോ, വിസിബിൾ ലൈറ്റിനേക്കാളും വേവ് ലെങ്ത് കൂടുതലാണ്, ഗ്രേറ്റർ വേവ് ലെങ്ത് ആണ് ഇൻഫ്രാറെഡിന്. അതിനേക്കാളും ഗ്രേറ്റർ വേവ് ലെങ്ത് ആണ് റേഡിയോ വേവ്സിന്. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് ഒരു വിസിബിൾ ലൈറ്റിന്റെ ആ ഒരു വേവ് ലെങ്ത് റേഞ്ച് എത്രയാണെന്ന് നോക്കാം. ഏകദേശം ഒരു 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെ വേവ് ലെങ്ത് ഉള്ള ആ ഒരു റേഡിയേഷൻസ് ആണ് വിസിബിൾ ലൈറ്റ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ലൈറ്റ്. ഓക്കെ, ഇനി മറ്റ് റേഡിയേഷൻസിന്റെ വേവ് ലെങ്ത് കൂടി ജസ്റ്റ് നോക്കാം. ഗാമ റേസിൻ്റെത് ഏകദേശം ഫ്രം 1 multiplied by 10 raised to minus 14 മീറ്റർ തൊട്ട് 1 into 10 raised to minus 12 മീറ്റർ വരെയാണ്. ഓക്കെ, അതായത് ഇതിനർത്ഥം എന്താണ്? 0 പോയിന്റ് പിന്നീട് എത്ര 13 പൂജ്യം ഇടണം, അതിനുശേഷം 1 മീറ്റർ. ഇത്രയും ചെറിയൊരു വാല്യൂ ആണ് അതിൻ്റെ വേവ് ലെങ്ത്. ഓക്കെ, ഇനി വേവ് ലെങ്ത് ഇവിടെ കുറവാണെന്ന് പറഞ്ഞല്ലോ, റേഡിയോ വേവ്സിനൊക്കെ കൂടുതലാണ്. കണ്ടോ, ഇതെത്രയാണ്? 1 എഴുതിയിട്ട് 4 പൂജ്യം ഇട്ടുള്ള സംഖ്യ 10000. 10,000 മീറ്റർ ആണ്. അത്രയും വലിയ വേവ് ലെങ്ത് ആണ്. ഓക്കെ,
അപ്പോൾ റേഡിയോ വേവ്സിന് ഹയർ വേവ് ലെങ്ത് ആണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് വേവ് ലെങ്ത് കൂടി വരികയാണ് അല്ലേ, പക്ഷേ എനർജി കുറഞ്ഞു വരുന്ന ഒരു ക്രമമാണിത്. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ഈ സ്പെക്ട്രത്തിൽ വേവ് ലെങ്ത് ഇൻക്രീസസ് ബട്ട് എനർജി ഡിക്രീസസ്, എനർജി കുറഞ്ഞു വരുന്നു. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഹൈ എനർജി ഈ ഒരു ഭാഗത്തേക്കാണ്, ലെഫ്റ്റ് ഭാഗത്തേക്കാണ് ഹൈ എനർജി. അതായത് വെൻ വേവ് ലെങ്ത് ഈസ് ലെസ് എനർജി ഈസ് ഹൈ, വേവ് ലെങ്ത് കുറവാണെങ്കിൽ എനർജി കൂടുതലാണ്. വെൻ വേവ് ലെങ്ത് ഈസ് ഗ്രേറ്റർ എനർജി ഈസ് ലെസ്. ഓക്കെ, എനർജി കുറവാണ്. ഇനി നോക്കുക, ഈസ് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ഓൺലി വെൻ ഓൾ ദ കളേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് ആർ കമ്പൈൻഡ്. അതായത് വിസിബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമാണോ വൈറ്റ് ലൈറ്റ് കിട്ടുന്നത്? നോ, അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മാത്രമല്ല കിട്ടുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ കളേഴ്സ് മിക്സ് ആകുമ്പോഴും എന്ത് കിട്ടുന്നു? വൈറ്റ് ലൈറ്റ് കിട്ടുന്നുണ്ട്. എല്ലാ കളേഴ്സും മിക്സ് ആകണമെന്നില്ല. ആ ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പ്രൈമറി കളേഴ്സ് ആൻഡ് സെക്കൻഡറി കളേഴ്സ്. Arrange LEDs emitting red, green and blue light at an angle of 120 degree on a circular disc. ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Pass the light from the LEDs through a PVC pipe and project it onto a screen. ഒരു PVC പൈപ്പിലൂടെ ഈ ലൈറ്റ് പാസ് ചെയ്യാനാക്കിയിട്ട് ഒരു സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുക. Set the position of the PVC pipe such that റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ് ഓവർലാപ്പ്. ഈ കളേഴ്സ്, ഈ ലൈറ്റ് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഒന്നിന് മേലെ ഒന്നായിട്ട് പതിക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ക്രീനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഈ 3 കളേഴ്സും ഒരേപോലെ ഓവർലാപ്പ് ആകുന്ന ഈ ഭാഗത്ത് എന്താണ്? വൈറ്റ് ലൈറ്റ് ആണ് കിട്ടുന്നത്. റെഡും ഗ്രീനും മാത്രം ഓവർലാപ്പ് ആവുന്നിടത്ത് യെല്ലോ, ഗ്രീനും ബ്ലൂവും ഓവർലാപ്പ് ആവുന്നിടത്ത് സയൻ, ബ്ലൂവും റെഡും ഓവർലാപ്പ് ആകുന്നിടത്ത് മജന്ത. ഓക്കെ, ഇതിൽ ഇവ കണ്ടോ, യെല്ലോ, സയൻ, മജന്ത, ഇവയാണ് സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ കളേഴ്സിനെയാണ് പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചിത്രം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, മാറിപ്പോകരുത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താണ് റെഡ്, ഗ്രീൻ, ബ്ലൂ, RGB, പിന്നെ യെല്ലോ, സയൻ, മജന്ത, യെല്ലോ, സയൻ, മജന്ത, YCM, യെല്ലോ, സയൻ, മജന്ത. ഓക്കെ, ഇത് മൂന്നും കൂടുന്ന ഭാഗത്തോ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ 3 കളേഴ്സും കൂടുന്നിടത്ത് വൈറ്റ് ലൈറ്റ്. ഓക്കെ, വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്? ബേസ്ഡ് ഓൺ യുവർ ഒബ്സർവേഷൻസ് കംപ്ലീറ്റ് ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓവർലാപ്പിംഗ് കളേഴ്സ് റിസൾട്ടിംഗ് കളേഴ്സ് ഓൺ ഓവർലാപ്പിംഗ്. റെഡ് പ്ലസ് ഗ്രീൻ എന്താണ് കിട്ടുന്നത്? റെഡ് പ്ലസ് ഗ്രീൻ ഗീവ്സ് യെല്ലോ ആണ്. റെഡ് പ്ലസ് ബ്ലൂ മജന്ത, പ്ലസ് ഗ്രീൻ സയൻ. ഓക്കെ, ഇതൊക്കെ ഈ ചിത്രത്തിൽ നിന്ന് എഴുതാനുള്ളതാണ്. ഓക്കെ, ഇത് മൂന്നും കൂടുന്നെടുത്തോ റെഡ് പ്ലസ് ഗ്രീൻ പ്ലസ് ബ്ലൂ, R+G+B. ഓക്കെ, RGB എന്ത് കിട്ടുന്നു? വൈറ്റ് ലൈറ്റ് കിട്ടുന്നു. ഈ കാര്യമാണ് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഇൻ ദ റീജിയൻ വേർ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ് ഓഫ് ദ സെയിം ഇന്റൻസിറ്റി, ഒരേ തീവ്രതയുള്ള ലൈറ്റ് ആയിരിക്കണം, ആർ കമ്പൈൻഡ് വി സി വൈറ്റ് ലൈറ്റ്, നമുക്ക് വെളുത്ത ആ ഒരു ലൈറ്റ് കാണാൻ കഴിയുന്നു. എന്നാൽ ദ റീജിയൻ വേർ റെഡ് ആൻഡ് ഗ്രീൻ കമ്പൈൻ, റെഡും ഗ്രീനും മാത്രം കമ്പൈൻ ചെയ്യുന്ന റീജിയനിൽ എന്ത് കിട്ടുന്നുണ്ട്? അപ്പിയേഴ്സ് ആസ് യെല്ലോ, അത് യെല്ലോ കളറിൽ അപ്പിയർ ചെയ്യുന്നു. അതേപോലെ സയൻ, മജന്ത എന്നിവയും അപ്പിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യം തന്നെയാണ് ഈ ഡിസ്ക്രിപ്ഷനിൽ ഉള്ളത്. നോട്ട് ഓൺലി വൈറ്റ് ലൈറ്റ് ബട്ട് ഓൾ അതർ കളേർഡ് ലൈറ്റ്സ് ക്യാൻ ഓൾസോ ബി ക്രിയേറ്റഡ് യൂസിങ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ലൈറ്റ്സ്. ഈ 3 ലൈറ്റുകൾ കൊണ്ട് നമുക്ക് വൈറ്റ് ലൈറ്റ് മാത്രമല്ല മറ്റ് കളേഴ്സും മറ്റ് കളേർഡ് ലൈറ്റ്സും ഉണ്ടാക്കാൻ കഴിയുന്നു. അതിനാൽ therefore these colors are called the primary colors of light. ലൈറ്റിന്റെ പ്രൈമറി കളേഴ്സ് ആയിട്ട് ഇത് 3ഉം അറിയപ്പെടുന്നു. ഇതൊക്കെ റെഡ്, ഗ്രീൻ, ബ്ലൂ, RGB. ലൈറ്റിന്റെ കാര്യത്തിലാണ് ഇത്. പെയിന്റിന്റെ കാര്യത്തിൽ ഇതല്ല പ്രൈമറി കളേഴ്സ്. അതായത് ഇതേ കാര്യം നിങ്ങളൊരു പേപ്പറിൽ ഒരു വാട്ടർ കളർ വെച്ചോ മറ്റോ ചെയ്തു നോക്കുകയാണെങ്കിൽ
ഇങ്ങനെ ചിത്രം വരച്ചു നോക്കുകയാണെങ്കിൽ റെഡിന്റെ സർക്കിൾ കൊടുത്തു, എന്നിട്ട് നിങ്ങൾ ഒരു ഗ്രീനിന്റെ സർക്കിൾ അതിന് മേലെ കൂടെ ഇങ്ങനെ ഇതേപോലെ വരച്ചു ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പെയിന്റ് മിക്സ് ആവുന്നിടത്ത് ഇതുപോലെ ആയിരിക്കില്ല കിട്ടുന്നത്. ഓക്കെ, ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. The colored light formed by combining any two primary colors. ഏതെങ്കിലും രണ്ട് പ്രൈമറി കളേഴ്സ് ജോയിൻ ചെയ്യുന്ന ആ സ്ഥലത്ത് അത് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന കളേഴ്സിനെ പറയുന്നവയാണ് സെക്കൻഡറി കളർ ഓഫ് ലൈറ്റ്. ഇവിടെ നോക്കുക, ഇവിടെ യെല്ലോ ഉണ്ടായിരിക്കുന്നത് ഈ റെഡ് കളറും ഈ ഗ്രീൻ കളറും മിക്സ് ചെയ്യുന്നിടത്തല്ലേ. കണ്ടോ, ഇവിടെയല്ലേ യെല്ലോ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് യെല്ലോ ഒരു സെക്കൻഡറി കളറാണ്. യെല്ലോയെ പോലെ സയൻ, മജന്ത എന്നിവയും സെക്കൻഡറി കളേഴ്സ് തന്നെയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ ചിത്രത്തിൽ. ഫൈൻഡ് ദ സെക്കൻഡറി കളേഴ്സ് ഫ്രം ഫിഗർ ആൻഡ് റൈറ്റ് ദം ഡൗൺ. കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെല്ലോ, സയൻ, മജന്ത എന്നിവ ഇവിടെ സെക്കൻഡറി കളേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. വാട്ട് ആർ ദ പ്രൈമറി കളേഴ്സ് ഇൻ യെല്ലോ ലൈറ്റ്? യെല്ലോ ലൈറ്റിലുള്ള പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? യെല്ലോ ലൈറ്റ് നമുക്ക് നോക്കാം. യെല്ലോ ഇത് ഏതൊക്കെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് കിട്ടിയിട്ടുള്ളത്? കണ്ടോ, റെഡും ഗ്രീനും അല്ലേ. അപ്പോഴല്ലേ യെല്ലോ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതിനാൽ റെഡും ഗ്രീനുമാണ് ഇതിന് ആൻസർ. ഓക്കെ, ഇവിടെ റെഡും ഗ്രീനുമാണ് ആൻസർ. വിച്ച് പ്രൈമറി കളർ ഈസ് നോട്ട് പ്രസന്റ് ഇൻ യെല്ലോ ലൈറ്റ്? യെല്ലോയിൽ ഇല്ലാത്ത ഏതാണ്? നോക്കുക, ഇവിടെ റെഡ്, ഇവിടെ ഗ്രീൻ, ബ്ലൂ ഏതിലെ കൂടെ കണ്ടോ? ബ്ലൂ ഇതാണ് അല്ലേ. ഈ ബ്ലൂ യെല്ലോയിൽ ഇല്ലല്ലോ, ഈ പാർട്ടിൽ ബ്ലൂ ഇല്ലല്ലോ. അതിനാൽ യെല്ലോയിൽ ഇല്ലാത്ത പ്രൈമറി കളർ എന്താണ്? ബ്ലൂ ആണ്. ഓക്കെ, ബ്ലൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് കളർ വിൽ ബി ഒബ്റ്റെയിൻഡ് വെൻ യെല്ലോ ലൈറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് ദ പ്രൈമറി കളർ ദാറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ യെല്ലോ? ഈ യെല്ലോ ലൈറ്റ് ഇല്ലാത്ത കളർ ഏതാണ്? ബ്ലൂ. ഈ ബ്ലൂവും യെല്ലോയും ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈറ്റ് ഏതാ? കളർ ഏതാണ്? ഓക്കെ, ഏത് ലൈറ്റാണ് കിട്ടുന്നത്? നോക്കുക, ഇവിടെ യെല്ലോ ഉണ്ട് അല്ലേ. അതായത് നിങ്ങൾ ഈ ബ്ലൂ ഇല്ലേ ഇല്ല എന്ന് വിചാരിക്കും. ഇവിടെ റെഡ് ഉണ്ട്, ഇവിടെ ഗ്രീനും ഉണ്ട്. ഇത് കമ്പൈൻ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് യെല്ലോ കളർ, അതിന് മേലേക്ക് ഒരു ബ്ലൂ ലൈറ്റ് കൂടി അടിക്കുമ്പോൾ ആ ഭാഗത്ത് എന്ത് ലൈറ്റ് കിട്ടുന്നുണ്ട്? വൈറ്റ് കളർ കിട്ടുന്നുണ്ട് അല്ലേ. അതായത് യെല്ലോയുടെ ഒന്നിച്ച് അതിലേക്ക് യെല്ലോയിൽ ഇല്ലാത്ത കളറായ ബ്ലൂ മിക്സ് ആകുമ്പോൾ ആ ഭാഗത്ത് എന്താകുന്നുണ്ട്? വൈറ്റ് ആവുന്നുണ്ട്. എന്താണ്? വിച്ച് കളർ ഈസ് ഒബ്റ്റെയിൻഡ്? വൈറ്റ്. ഓക്കെ, ഈ ഒരു കാര്യം താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണത്? നോക്കോളൂ. ഇഫ് വി ആഡ് എ പ്രൈമറി കളർ ദാറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ദ സെക്കൻഡറി കളർ വോണ്ട് വി ഗെറ്റ് വൈറ്റ് ലൈറ്റ്? അതായത് ഒരു സെക്കൻഡറി കളറിലേക്ക് അതിലില്ലാത്ത പ്രൈമറി കളർ ആഡ് ചെയ്യുമ്പോൾ, ആ ലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? വൈറ്റ് ലൈറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കുക, ഈ ഗ്രീനും ബ്ലൂവും മിക്സ് ആകുമ്പോൾ എന്ത് കളർ കിട്ടുന്നുണ്ട്? സയൻ കിട്ടുന്നുണ്ട് അല്ലേ. കാണുന്നില്ലേ? ഈ സയനിൽ ഇല്ലാത്ത പ്രൈമറി കളറാണല്ലോ റെഡ്. ആ റെഡും കൂടെ കമ്പൈൻ ചെയ്താൽ ആ ഭാഗം എന്താവുന്നുണ്ട്? വൈറ്റ് ആവുന്നുണ്ട് അല്ലേ. ഓക്കെ, അതാണ് വൈറ്റ് ലൈറ്റ് കിട്ടുന്നുണ്ട്. കോംപ്ലിമെന്ററി കളേഴ്സ് എന്നതാണ് ടോപ്പിക്. എന്താണ് കോംപ്ലിമെന്ററി കളേഴ്സ്? വെൻ എ സെക്കൻഡറി കളർ ഈസ് കമ്പൈൻഡ് വിത്ത് എ പ്രൈമറി കളർ വി ഗെറ്റ് വൈറ്റ് ലൈറ്റ്. അതായത് ഏതെങ്കിലും ഒരു സെക്കൻഡറി കളറിന്റെ കൂടെ ഒരു പ്രൈമറി കളർ ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് ലൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ സച്ച് പെയേഴ്സ് ഓഫ് കളേഴ്സ് ആർ കോൾഡ് കോംപ്ലിമെന്ററി കളേഴ്സ്. ആ പെയറിനെയാണ് കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചിത്രത്തിന് എളുപ്പത്തിൽ മനസ്സിലാക്കും കോംപ്ലിമെന്ററി കളേഴ്സ്. കോംപ്ലിമെന്ററി കളേഴ്സിൽ ഒന്ന് ഒരു പ്രൈമറി കളറാണ്, മറ്റൊന്ന് സെക്കൻഡറി കളറാണ്. ഇവിടെ യെല്ലോ നോക്കിയാൽ ഈ യെല്ലോയിലേക്ക് ബ്ലൂ ആഡ് ആകുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? വൈറ്റ് ലൈറ്റ് കിട്ടുന്നത്. അതിനാൽ യെല്ലോയും ബ്ലൂവും കോംപ്ലിമെന്ററി കളേഴ്സ് ആണ്. ഓക്കെ, ഇത് യെല്ലോ സെക്കൻഡറി കളറും ബ്ലൂ പ്രൈമറി കളറും ആണെന്ന് അറിയാം. അതേപോലെ ഈ മജന്ത നോക്കുക, ഈ മജന്ത കളറിലോട്ട് ഗ്രീൻ ആഡ് ആകുമ്പോഴാണ് വൈറ്റ് ലൈറ്റ് കിട്ടുന്നത്. അതിനാൽ മജന്തയും ഗ്രീനും കോംപ്ലിമെന്ററി കളേഴ്സ് ആണ്. ഇനി സയൻ നോക്കുക, സയനിലോട്ട് റെഡ് ആഡ് ആകുമ്പോഴാണ് ഈ ഭാഗത്ത് വൈറ്റ് കിട്ടുന്നത്. അതിനാൽ മജന്തയും റെഡും കോംപ്ലിമെന്ററി കളേഴ്സ് ആണ്. ഓക്കെ, ആ ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യെല്ലോ, അതിലെ കോമ്പോണന്റ് കളേഴ്സ് എന്താണ്? റെഡും ഗ്രീനും ആണ്. അതിലില്ലാത്ത ഏതാണ്? അപ്പോൾ RGB, ആറും ജിയും ഇതിലുണ്ട്. ഇനി ഇല്ലാത്ത ബി.
അപ്പോൾ കോംപ്ലിമെൻ്ററി കളർ ബ്ലൂ ആണ്. അതായത് യെല്ലോയുടെ ഒന്നിച്ച് യെല്ലോയിൽ ഇല്ലാത്ത കളറായ പ്രൈമറി കളറായ ബ്ലൂ ആഡ് ആകുമ്പോൾ വൈറ്റ് ലൈറ്റ് കിട്ടും. അതേപോലെ മജന്തയും ഗ്രീനും സയനും റെഡും ആഡ് ആകുമ്പോഴും വൈറ്റ് ലൈറ്റ് കിട്ടും. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്? കോംപ്ലിമെൻ്ററി കളേഴ്സ് ആണ്. മജന്ത ആൻഡ് ഗ്രീൻ, അതേപോലെ സയൻ ആൻഡ് റെഡ്, ഇവ കോംപ്ലിമെൻ്ററി കളേഴ്സ് ആണ്. ടേക്ക് എ അതിനുമുമ്പ് ഒരു കാര്യം നോക്കാം. ദ യെല്ലോ ലൈറ്റ് ഫ്രം എ സോഡിയം വേപ്പർ ലാമ്പ്. ഒരു ലാമ്പാണ്, ഒരു സോഡിയം വേപ്പർ ലാമ്പ് എന്നൊരു ലാമ്പ് ഉണ്ട്. അതിൽ നിന്ന് വരുന്ന യെല്ലോ ലൈറ്റ് എന്താണ്? ഒരു കോമ്പോസിറ്റ് ലൈറ്റ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇവിടെ കണ്ടോ, സൺലൈറ്റ് ഇങ്ങനെ മിക്സ് ആകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും LED നോക്കിയുള്ള ലൈറ്റ് മിക്സ് ആകുമ്പോൾ യെല്ലോ കിട്ടുന്നുണ്ട്. ഈ യെല്ലോ ലൈറ്റ് ഒരു കോമ്പോസിറ്റ് കളറാണ്. ഇതിൽ എന്തൊക്കെയുണ്ട്? റെഡ് കളറുണ്ട്, ഗ്രീൻ കളറുണ്ട് അല്ലേ? പക്ഷേ സോഡിയം വേപ്പർ ലാമ്പ് എന്ന ലാമ്പിൽ നിന്ന് വരുന്ന യെല്ലോ ലൈറ്റ് ഒരു കോമ്പോസിറ്റ് കളർ അല്ല. അതിൽ യെല്ലോ കളർ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ റെഡ് ആൻഡ് ഗ്രീൻ ഒബ്ജക്ട്സ് അപ്പിയർ ഡാർക്ക് ഇൻ ദിസ് ലൈറ്റ്. ഈ ഒരു ലൈറ്റിൽ റെഡ് കളറുള്ള ആൻഡ് ഗ്രീൻ കളറുള്ള ഒബ്ജക്ട്സ് ഒക്കെ ഡാർക്ക് ആയിട്ട് തോന്നും. അതായത് നമുക്കറിയാം ഇവിടുത്തെ യെല്ലോ ലൈറ്റ് ഒരു കോമ്പോസിറ്റ് കളറാണ് അല്ലേ? അതിനാൽ ഒരു റെഡ് ഫ്ലവർ ഇതിലേക്ക് ഈ യെല്ലോ കളർ പതിക്കുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ എന്തൊക്കെ കളേഴ്സ് ഉണ്ട്? യെല്ലോയിൽ റെഡും ഗ്രീനുമാണ്, അവയുടെ ഒരു കോമ്പിനേഷൻ ആണല്ലോ യെല്ലോ. ഇത് പതിച്ചാൽ, ഇത് റെഡ് ഫ്ലവർ ആണെങ്കിൽ ഇതിലുള്ള ഗ്രീനിനെ ഇത് അബ്സോർബ് ചെയ്യുകയും റെഡിനെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന അറിയാം അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ റെഡ് കളർ കാണാൻ കഴിയുന്നത്. പക്ഷേ സോഡിയം വേപ്പർ ലാമ്പ് ആണെങ്കിൽ അതിലങ്ങനെ കോമ്പോസിറ്റ് കളർ അല്ല അത്. അതുകൊണ്ട് ഒരു റെഡ് ഫ്ലവറിലോട്ട് യെല്ലോ ലൈറ്റ് ഇൻസിഡൻ്റ് ആവുകയാണെങ്കിൽ അതിനെന്താണ്? ആ റെഡ് ഫ്ലവർ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അതിൽ തിരിച്ച് റിഫ്ലക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൽ റെഡ് ലൈറ്റ് ഇല്ല. അതുകൊണ്ട് ഇത് ഡാർക്ക് കളറായിട്ട് അപ്പിയർ ചെയ്യുന്നു, ഡാർക്കായിട്ട് അപ്പിയർ ആവുന്നു. ടേക്ക് എ സർക്കുലർ ഡിസ്ക്. ഒരു സർക്കുലർ ഡിസ്ക് എടുക്കുക. കളർ ഹാഫ് ഓഫ് ഇറ്റ് വിത്ത് ലൈറ്റ് യെല്ലോ കളർ. ഒരു ഇളം മഞ്ഞ കളർ കൊണ്ട് ആ ഡിസ്കിന്റെ പകുതി കളർ ചെയ്യുക, ഒരു ലൈറ്റ് യെല്ലോ കളർ കൊണ്ട്. പിന്നെയോ ആൻഡ് അതർ ഹാഫ് വിത്ത് ലൈറ്റ് ബ്ലൂ കളർ കൊണ്ടും പെയിന്റ് ചെയ്യുക യൂസിങ് ക്രയോൺസ്. റൊട്ടേറ്റ് ദിസ് സർക്കുലർ ഡിസ്ക് വെരി ഫാസ്റ്റ്. ഇത് ഫാസ്റ്റ് ആയിട്ട് കറക്കുക. വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? വൈ ഡസ് ദ സർക്കുലർ ഡിസ്ക് അപ്പിയർ വൈറ്റ്? എന്തുകൊണ്ടാണ് ഇത് വെളുത്ത നിറത്തിൽ കാണുന്നത്? നോക്കുക, നമുക്കറിയാം എന്തൊക്കെ കളേഴ്സാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്? യെല്ലോ കളറും പിന്നെ ബ്ലൂ ആണല്ലേ? യെല്ലോയും ബ്ലൂവും കോംപ്ലിമെന്ററി കളേഴ്സ് ആണെന്ന് അറിയാം അല്ലേ? യെല്ലോയും ബ്ലൂവും കോംപ്ലിമെന്ററി കളേഴ്സ് ആണ്. അവ ആഡ് ചെയ്താൽ എന്താണ്? വൈറ്റ് കളറാണ് കിട്ടുന്നത് ലൈറ്റിന്റെ കാര്യത്തിൽ. ഓക്കെ, മറ്റൊരു കാര്യം കൂടി ഉണ്ട്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അത് കാരണമാണ് ഈ രണ്ട് കളേഴ്സും ആഡ് ആയിട്ട് നമുക്ക് വൈറ്റ് ആയിട്ട് കാണുന്നത്. അതെന്താണ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനുമുമ്പ് ഈ ഒരു കാര്യം നോക്കുക, കളേഴ്സ് ആൻഡ് ഡൈസ്. ലൈറ്റ്, അതിനുള്ള പ്രൈമറി കളേഴ്സ് ആണ് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവയാണ് അല്ലേ? അവയൊക്കെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? മൂന്നും ഒരേ ഇന്റൻസിറ്റി, ഒരേ തീവ്രതയിൽ കമ്പൈൻ ചെയ്താൽ എന്ത് കിട്ടുന്നുണ്ട്? വൈറ്റ് ലൈറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ പെയിന്റിങ്ങിന്റെ കാര്യത്തിൽ, അതായത് ഡൈസിന്റെ കാര്യത്തിൽ, ചായങ്ങളുടെ കാര്യത്തിൽ സയൻ, മജന്ത, യെല്ലോ എന്നിവയാണ് പ്രൈമറി കളേഴ്സ് ആയിട്ട് എടുക്കുന്നത്. ഇവ കമ്പൈൻ ചെയ്താൽ കിട്ടുന്നത് ഡാർക്ക് ആണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ലൈറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതിന് പകരം ചായങ്ങൾ കൊണ്ട് പെയിന്റ് അടിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നടുവിൽ എന്താണ്? വെള്ള ലൈറ്റ് കളർ കിട്ടുകയില്ല, ഒരു ഡാർക്ക് കളറൊക്കെയാണ് കിട്ടുന്നത്. ഓക്കെ, പ്രൈമറി കളേഴ്സ് തന്നെ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. ഡൈസിന്റെ കാര്യത്തിൽ സയൻ, യെല്ലോ, മജന്ത എന്നിവയാണ് പ്രൈമറി കളേഴ്സ്. ഇനി നോക്കാം. വെൻ എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ഈസ് വേൾഡ് വെരി ഫാസ്റ്റ്, എ റിംഗ് ഓഫ് ഫയർ ക്യാൻ ബി സീൻ. ഒരു എരിയുന്ന ചന്ദനത്തിരി വളരെ വേഗത്തിൽ കറക്കുമ്പോൾ നമുക്കൊരു അഗ്നിവലയം, റിംഗ് ഓഫ് ഫയർ കാണാൻ കഴിയുന്നല്ലേ? വൈ? എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ഡ്യൂ ടു ദ പെക്യുലാരിറ്റി ഓഫ് ഐ കോൾഡ് ദ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അതായത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന നമ്മുടെ കണ്ണിന്റെ സവിശേഷത കാരണമാണ് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത്, റിംഗ് ഓഫ് ഫയർ കാണാൻ കഴിയുന്നത്.
വെൻ വി ക്വിക്ക്ലി റിമൂവ് ആൻ ഒബ്ജക്റ്റ് ഫ്രം അവർ ഫീൽഡ് ഓഫ് വിഷൻ, അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ആ ഒരു കാഴ്ചയിൽ നിന്ന് പെട്ടെന്ന് മാറ്റുകയാണെങ്കിൽ ദ വിഷ്വൽ എക്സ്പീരിയൻസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് പേഴ്സിസ്റ്റ് ഫോർ എബൌട്ട് 1/16 ഓഫ് എ സെക്കൻഡ്. ഒരു സെക്കൻഡിന്റെ 16ൽ ഒരു ഭാഗം സമയത്തേക്ക് ആ ഒരു കാഴ്ചാനുഭവം തങ്ങി നിൽക്കുന്നു, ആ ഒരു വസ്തുവിന്റെ കാഴ്ചാനുഭവം തങ്ങി നിൽക്കുന്നു. ദിസ് ഫിനോമിനൻ ഈസ് ദ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇതാണ് ദ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾസ്, മോർ എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് താഴെ നോക്കാം. അതിന് ഒരു എക്സാമ്പിൾ ആണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക്. ദ എക്സ്പെരിമെന്റ് ക്ലിയർലി, മുമ്പ് ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ക്ലിയർലി ഷോസ് ദാറ്റ് വൈറ്റ് ലൈറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ ദ 7 കളേഴ്സ് ഓഫ് സൺലൈറ്റ് ആർ കമ്പൈൻഡ്. സൺലൈറ്റിന്റെ 7 കളേഴ്സ് കമ്പൈൻ ചെയ്താൽ വൈറ്റ് ലൈറ്റ് കിട്ടുമെന്ന് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂട്ടൺസ് കളർ ഡിസ്ക് ഈസ് എ സർക്കുലാർ ഡിസ്ക്, ഒരു വൃത്താകൃതിയിലുള്ള ഡിസ്ക് ആണ്. പെയിന്റഡ് വിത്ത് ദ കളേഴ്സ് ഓഫ് സൺലൈറ്റ് ഇൻ ദ സെയിം ഓർഡർ ആൻഡ് പ്രൊപ്പോർഷൻ. സൺലൈറ്റിലുള്ള ആ കോമ്പോണന്റ് കളേഴ്സ് ഉണ്ടല്ലോ, അത് അതേ ഓർഡറിലും അതേ അനുപാതത്തിലും പെയിന്റ് ചെയ്ത ഒരു ഡിസ്ക് ആണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക്. ഉണ്ടോ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ ഒരു ഓർഡറിൽ. വാട്ട് ക്യാൻ ബി ഒബ്സർവ്ഡ് വെൻ ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് വെരി ഫാസ്റ്റ്. സ്പീഡിൽ കറക്കിയാൽ എന്ത് കാണുന്നുണ്ട്? വാട്ട് ഈസ് ദ റീസൺ, എന്താണ് അതിന്റെ കാരണം? നമുക്കത് വൈറ്റ് കളറിൽ കാണും ആ ഒരു ഡിസ്ക്. അതിന്റെ റീസൺ എന്താണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. വെൻ ന്യൂട്ടൺസ് കളർ ഡിസ്ക് ഈസ് റൊട്ടേറ്റഡ് വെരി ഫാസ്റ്റ്, നമ്മൾ വേഗത്തിൽ കറക്കുമ്പോൾ ബിഫോർ ദ വിഷ്വൽ എക്സ്പീരിയൻസ് ഓഫ് എനി കളർ വാനിഷസ് ഫ്രം ദ ഐ, അതായത് ഒരു കളർ, ഓക്കെ, അപ്പൊ ഇതിൽ നിന്നുള്ള ആ ഒരു കാഴ്ചാനുഭവം മറയുന്നതിന് മുൻപേ തന്നെ അടുത്ത കളർ എവിടത്തേക്ക് എത്തും, അപ്പൊ അവിടുത്തെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കും. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്നിച്ച് കാണുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് നമ്മൾ ഒന്നിച്ച് കാണുന്ന പോലെ തോന്നും. ആ ഒന്നിച്ചിട്ടുള്ള കളർ എന്താണ്? വൈറ്റ് ലൈറ്റ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബിഫോർ ദ വിഷ്വൽ എക്സ്പീരിയൻസ് ഓഫ് എനി വൺ കളർ വാനിഷസ് ഫ്രം ദ ഐ, നമ്മുടെ കണ്ണിൽ നിന്ന് ഏതെങ്കിലും ഒരു കളറിൽ നിന്നുള്ള കാഴ്ചാനുഭവം അറിയുന്നതിന് മുൻപേ ദ റേസ് ഫ്രം ദ സക്സീഡിങ് കളേഴ്സ് റീച്ച് ദ ഐസ് ഇൻ ക്വിക്ക് സക്സഷൻ, തുടർച്ചയായിട്ട് മറ്റ് കളേഴ്സിൽ നിന്നുള്ള ലൈറ്റും നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നു. ഡ്യൂ ടു ദ ഫിനോമിനൻ ഓഫ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, ആ ഒരു ഫിനോമിനൻ കാരണം ദ കമ്പൈൻഡ് എഫക്റ്റ്, അതിൻ്റെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ഓൾ ദ കളേഴ്സ്, ആ കളേഴ്സിന്റെ കമ്പൈൻഡ് എഫക്റ്റ് പെർസിസ്റ്റ് ഇൻ അവർ ഐസ്, നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് ആൻഡ് അപ്പിയേഴ്സ് ഓൾമോസ്റ്റ് വൈറ്റ്, ഏകദേശം വൈറ്റ് ആയിട്ട് നമുക്കത് കാണാൻ കഴിയുന്നു. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ദ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. മറ്റ് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വെൻ എ ടോർച്ച് ഓർ എ ബേണിംഗ് സ്റ്റിക്ക് ഈസ് റൊട്ടേറ്റഡ് വെരി ഫാസ്റ്റ്, ഒരു ടോർച്ചോ ഒരു കത്തുന്ന ഒരു സ്റ്റിക്ക്, ഒരു വടിയോ വേഗം കറക്കുകയാണെങ്കിൽ റിംഗ് ഓഫ് ഫയർ ഈസ് സീൻ, ഒരു അഗ്നിവലയം കാണാൻ കഴിയുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ പറയാം? അതിന് നമുക്ക് പറയാം, വെൻ എ ടോർച്ച് ഓർ എ ബേണിംഗ് സ്റ്റിക്ക് ഈസ് റൊട്ടേറ്റഡ് വെരി ഫാസ്റ്റ്, അത് അങ്ങനെ വേഗത്തിൽ കറക്കുമ്പോൾ ബിഫോർ ദ വിഷ്വൽ എക്സ്പീരിയൻസ് ഓഫ് എ ലൈറ്റിംഗ് പോയിന്റ് ഡിസപ്പിയേഴ്സ്. അത് ഒരു കാര്യം നോക്കാം. ഇവിടെ ഒരു കത്തുന്ന ഒരു ചന്ദനത്തിരി, അപ്പൊ ഇവിടെ സ്പീഡിൽ കറക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നു അല്ലെ. ഈ ഒരു കാഴ്ചാനുഭവം മറയുന്നതിന് മുൻപേ തന്നെ ഇത് അടുത്ത പോയിന്റിലേക്ക് എത്തുന്നു, ഇത് അടുത്ത പോയിന്റിലേക്ക് എത്തുന്നു, അങ്ങനെ വേഗത്തിൽ കറങ്ങുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ഒന്നിച്ച് കാണുന്ന പോലെ നമുക്ക് തോന്നുന്നു. ആ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളത്, ബിഫോർ ദ വിഷ്വൽ എക്സ്പീരിയൻസ് ഓഫ് എ ലൈറ്റിംഗ് പോയിന്റ് ഡിസപ്പിയേഴ്സ്, ഒരു ലൈറ്റിംഗ് പോയിന്റിന്റെ ആ ഒരു കാഴ്ചാനുഭവം അറിയുന്നതിന് മുൻപേ ദാറ്റ് പോയിന്റ്, ആ ഒരു പോയിന്റ് കംപ്ലീറ്റ് റൊട്ടേഷൻസ്, അതെന്താണ്? അത് റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിങ്ങനെ കുറേ റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് സോ ഡ്യൂ ടു ദ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം വി സീ എ ഫയർ റിംഗ്, നമുക്കൊരു അഗ്നിവലയം കാണാൻ കഴിയുന്നു. അടുത്തൊരു എക്സാമ്പിൾ എന്താണ്? ഈ LED ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിലെ LEDs കണ്ടിന്യൂസ് ആയിട്ട് കത്തുന്നതല്ല, പകരം അവ തുടർച്ചയായിട്ട് മിന്നുകയും കെടുകയും ചെയ്യുന്നു. പക്ഷെ എന്നാലും ആ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം നമ്മളത് തുടർച്ചയായിട്ട് പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതിന്റെ കാരണം എന്ത് പറയാം? ഇങ്ങനെ പറയാം എക്സ്പ്ലനേഷൻ ആയിട്ട്. LED ഡിസ്പ്ലേ ആർ നോട്ട് കണ്ടിന്യൂസ്ലി എമിറ്റിംഗ് ലൈറ്റ്, അത് കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നില്ല. ദ ഇന്റർവെൽസ് ഓഫ് ബ്ലിങ്കിങ് ആർ വെരി സ്മോൾ, ആ പ്രകാശിക്കുന്ന ഒരു ഇന്റർവെൽസ് ഉണ്ടല്ലോ, അത് കത്തുകയും കെടുകയും ചെയ്യുന്ന ആ ഒരു ഇടവേള അത് വളരെ ചെറുതാണ്. അതായത് അതിവേഗത്തിലാണ് അത് കത്തുകയും കെടുകയും ചെയ്യുന്നത്.
അതുകൊണ്ട് ഡ്യൂ ടു ദ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആ ഒരു പ്രതിഭാസം കാരണം ദേ അപ്പിയർ ടു ബി കണ്ടിന്യൂസ്ലി ലൈറ്റിംഗ്, അവ കണ്ടിന്യൂസ് ആയിട്ട് പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.